എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇനി വരാൻ പോകുന്ന നമ്മുടെ NIS +2 വിദ്യാർത്ഥികളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എപ്രകാരമാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും, മിസ്സേ പരീക്ഷ വളരെയധികം ഈസി ആയിരുന്നു എന്ന്. കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഈസി ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾക്കറിയാം പബ്ലിക് എക്സാമിന്റെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ സിലബസിന്റെ ഒരു പുതിയ സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയാം പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ലൈവ് സെക്ഷനിൽ എല്ലാ ചാപ്റ്റേഴ്സ്, അതായത് ചാപ്റ്റർ എന്നല്ല സബ്ജക്ട് വൈസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെ സിലബസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വെയിറ്റേജും പറഞ്ഞിട്ടുണ്ട്, മൊഡ്യൂൾ വെയിറ്റേജ് വരെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈവ് സെക്ഷനിൽ നോക്കുക. ലൈവ് സെക്ഷനിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മറ്റെല്ലാ സബ്ജക്റ്റിന്റെ ആ ഒരു മൊഡ്യൂൾ വെയിറ്റേജും ചാപ്റ്റർ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് പഠിക്കാനുള്ളതും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. അത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക, പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ചാപ്റ്ററും പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റേഴ്സ് കഥയായാലും കവിതയാണെങ്കിലും അത് ആരാണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ സമ്മറി എന്താണ്, അതിന്റെ ഒരു ആശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇംഗ്ലീഷ്, മലയാളം എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ്, അതുപോലെ തന്നെ ഹിന്ദി എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിനകത്ത് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കഥയായാലും കവിതയാണെങ്കിലും അത് ആരാണ് എഴുതിയിരിക്കുന്നത്, അതോടൊപ്പം തന്നെ അതിന്റെ ആശയം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്മറി എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ആരാണ് ഓരോ ചാപ്റ്ററും എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ആ ചാപ്റ്ററിന്റെ പേര്, ആ ചാപ്റ്ററിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്മറി നിങ്ങൾ മനസ്സിലാക്കി, ആരൊക്കെയാണ് അതിന്റെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അതിനെ ആ ഒരു കഥയിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയാണെങ്കിൽ കവിത എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, അത് ആരാണ് എഴുതിയിരിക്കുന്നത്, ആ കവിതയുടെ പേര് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷിന്റെ ആ ഒരു ചോദ്യം എപ്രകാരമാണെന്ന് നോക്കാം. ഒന്നും പേടിക്കേണ്ട, ഫസ്റ്റ് സെക്ഷന് രണ്ടും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ അതേപടി പഠിക്കണമെന്ന് പറഞ്ഞത്. കഥയായാലും കവിതയാണെങ്കിൽ സമ്മറിയും അത് ആരെ എഴുതിയിരിക്കുന്നതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന്, അത് കഥയായാലും കവിതയാണെങ്കിലും ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോയട്രി, അതായത് കവിതാ സെക്ഷനാണ്. സോ കവിതാ സെക്ഷനിൽ നിന്ന് നമുക്ക് വരുന്നത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10 മാർക്കാണ് കവിതയിൽ നിന്ന് വരുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പം ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കവിതാ സെക്ഷൻ എടുത്തിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അത് 10 മാർക്കിന് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ പ്രോസ്, അതായത് ഗദ്യഭാഗം, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കഥ അല്ലെങ്കിൽ ഗദ്യം, ഈ ഒരു രീതിയിലൊക്കെ വരുന്ന സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷെ ഇതും എന്താണ്, ഡയറക്റ്റ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗദ്യഭാഗം തന്നിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അത് ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കഥയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവരണമാകാം, അതെടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കഥ അല്ലെങ്കിൽ ഗദ്യഭാഗം ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഒരു ഗൈഡ് ഉണ്ടല്ലോ, മലയാളത്തിലുള്ള ഗൈഡ്, ആ ഗൈഡ് നോക്കിയിട്ട് ഓരോ ചാപ്റ്ററിന്റെ സമ്മറി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ഇനി അതിനുശേഷം കോംപ്രഹെൻഷൻ ആൻഡ് വൊക്കാബുലറി ആണ്. കോംപ്രഹെൻഷൻ
ആൻഡ് വൊക്കാബുലറി. ഈ കോംപ്രഹെൻഷൻ ആൻഡ് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തുനിന്ന്, അതായത് ടെക്സ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് ആയിരിക്കും, അത് അവർ തന്നെ ഇടുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറയും അല്ലെ, എന്ന് പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് തരും. കുറെ പാസേജ് തന്നിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് A B എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ പാസേജ് വായിച്ചിട്ട് അതിൽ നിന്നാണ് ആൻസർ എടുത്തെഴുതേണ്ടത്. അപ്പൊ അത് പല രീതിയിൽ ചോദിക്കാം. ഇപ്പം അതിൽ നിന്ന് ഗ്രാമർ പോർഷൻ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, ചേരുംപടി ചേർക്കാം എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇതൊക്കെ നമുക്ക് ഈ ഒരു നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് പുറത്തു എന്നുള്ള രീതിയിൽ പാസേജ് തരുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് കോംപ്രഹെൻഷൻ വൊക്കാബുലറി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലെ ചോദ്യങ്ങൾ ഉണ്ടാവും. സോ അതിന് നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞാൽ 25 മാർക്കാണ്. കാരണം പുറത്ത് ടെക്സ്റ്റിൽ ഇല്ലാത്ത സംഭവത്തെ കുറിച്ചായിരിക്കും തരുന്നത് കേട്ടോ. അപ്പൊ 25 മാർക്കാണ് അങ്ങനത്തെ വരുന്നത്. അതുപോലെ ഗ്രാമർ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഗ്രാമർ എന്താണ് മിസ്സേ പഠിക്കേണ്ടത് എന്നുള്ളത്. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ കൂടി കലർത്തി എഴുതിയേക്കുന്നത് അല്ലേ. പോട്ടെ, ഗ്രാമർ. ഓക്കെ, ഗ്രാമർ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചുമ്മാ കുറെ ഗ്രാമർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ഗ്രാമർ പഠിച്ചാൽ മതി. എന്തൊക്കെയാണോ? ടെൻസസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ടെൻസസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നൗൺസ്, ഓക്കെ, നൗൺസ് പഠിക്കാനുണ്ട്. പിന്നെ വെർബ്, ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഗ്രാമറിൽ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, പാസീവ് ഇത് ചോദിക്കുന്ന കേട്ടോ. ആക്റ്റീവും പാസീവും എപ്പോഴും എക്സാമിനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്, പ്രിപ്പോസിഷൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക. പ്രിപ്പോസിഷൻസ്, ദെൻ കൺജക്ഷൻസ്, ഇത്രയാണ് നമുക്ക് ഗ്രാമർ പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ടെൻസസ്, നൗൺസ്, വെർബ്, ആക്റ്റീവ് പാസീവ് വോയിസ്, പ്രിപ്പോസിഷൻസ്, കൺജക്ഷൻ, ഇതൊക്കെ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചോണം ഗ്രാമർ പോർഷനിൽ നിന്ന് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും നോക്കി വെക്കണം കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്താണ് റൈറ്റിംഗ് സ്കിൽസ്. അത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ തന്നെത്താനെ എഴുതാനുള്ള സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. എന്താ ഈ ലെറ്റർ, നോട്ടീസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതൊക്കെ ഈ റൈറ്റിംഗ് സ്കിൽസിൽ വരും. എന്തൊക്കെ വരും നോക്കിക്കേ. എക്സാമ്പിൾ, ലെറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ നോട്ടീസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതാനായിട്ട് വരും, അതല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയും, അതല്ലെങ്കിൽ മെമ്മോ തയ്യാറാക്കാൻ പറയും, അല്ലെങ്കിൽ ഓഫീസ് ഓർഡർ തയ്യാറാക്കാൻ പറയാം, അതല്ലെങ്കിൽ പിന്നെന്താണ് എസ് ചോദിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ഈ റൈറ്റിംഗ് സ്കിൽസിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനുള്ള സാധനങ്ങളാണ്. ലെറ്റർ, നോട്ടീസ്. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ ഫോർമാറ്റ് പഠിച്ചു വെക്കാം. ഫോർമാറ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ നോട്ടീസോ അല്ലെങ്കിൽ ലെറ്റർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോർമൽ ആയാലും ഇൻഫോർമൽ ലെറ്റർ ആയാലും ജസ്റ്റ് അതിന്റെ ഒരു സെക്ഷൻ, ആദ്യത്തെ ഒരു സെക്ഷനൊക്കെ ഒരു അഭിസംബോധന ചെയ്യുന്ന ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് കാണാതെ പഠിച്ചോണം കേട്ടോ. കാണാതെ പഠിക്കാതെ ഇരിക്കല്ല. കാരണം അത്രയും ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ള ആളുകൾക്കാണെങ്കിൽ സ്വന്തമായിട്ടുള്ള രീതിയിലൊക്കെ എഴുതാനായിട്ട് പറ്റും. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ചിലർക്ക് അതിനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറ്റുന്നൊക്കെ അങ്ങ് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. കാണാതെ പഠിച്ചിട്ട് ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പരീക്ഷ എഴുതും. ഇപ്പൊ ലെറ്റർ, നോട്ടീസ് ഒക്കെ എഴുതുമ്പോഴത്തേന് അതിന്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ച് വെച്ച് അതൊക്കെ എഴുതിയതിനു ശേഷം ഒരു ബോക്സിനുള്ളിലൊക്കെ വരച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു റൈറ്റിംഗ് സ്കിൽസിന് നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 20 മാർക്ക്. ഓക്കെ, അപ്പൊ 20 മാർക്കൊക്കെ വാങ്ങാനായിട്ട് ഈസിയാണ് കേട്ടോ. കാരണം ഇതിന്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ചോദ്യം, ഇപ്പൊ അത്യാവശ്യം കുറച്ച് സാധനം നിങ്ങൾ കാണാതെ കഴിഞ്ഞിട്ട് എഴുതിയാൽ പോലും ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് സംഭവം എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഒരു 3.5 അല്ലെങ്കിൽ ഒരു 4 മാർക്കെങ്കിലും അവിടെ വീണോളും കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ വേണം ഇതൊക്കെ എഴുതാനും പഠിക്കാനായിട്ടും. ഓക്കെ, നിങ്ങൾക്കറിയാം ഓപ്ഷൻ മോഡ്യൂളും കൂടി ഉണ്ട് അല്ലെ. ഓപ്ഷൻ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ചില എന്നോട് ചോദിക്കുന്നുണ്ട്, മിസ്സേ ഓപ്ഷൻ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ A ഓപ്ഷനും ഉണ്ടല്ലോ, B ഓപ്ഷനും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഓപ്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എനിക്കറിയാം. ഇൻ കേസ് അതിനകത്ത് അറിയതില്ലാതെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ B എടുത്തിട്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്തേക്കില്ല. ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താ അർത്ഥമാക്കുന്നത്? ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷനാണ് അല്ലെ. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. പക്ഷേ ഓപ്ഷൻ മൊഡ്യൂൾ A നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ
എ ഉള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അതിന് ആൻസർ ചെയ്യുക. ബിയിലോട്ട് പിന്നെ കൂട്ടിക്കലർത്തി എഴുതി വെക്കില്ല, അപ്പൊ നിങ്ങളുടെ മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ എ സെലക്ട് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഓപ്ഷൻ മൊഡ്യൂൾ എയിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. ഓപ്ഷൻ മൊഡ്യൂൾ ബി പഠിക്കുന്നവരാണെങ്കിൽ ബി ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. രണ്ടും ഇടകലർത്തിയുള്ള രീതിയിൽ എഴുതി വെക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ കുറച്ച് പഠിക്കാൻ ഈസി ആയിട്ടുള്ള റിസപ്ഷനിസ്റ്റിന്റെ മൊഡ്യൂളാണ്. സോ അത് നമുക്ക് അതിനകത്തുനിന്ന് 15 മാർക്കാണ് കേട്ടോ. ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് വരുന്നത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷനിൽ 15. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഒരു ചോദ്യപേപ്പറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷിന്റെ ആ ഒരു ചോദ്യപേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എപ്രകാരമാണെന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് വന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് ടോട്ടൽ ഇംഗ്ലീഷിന് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. 45 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക. അപ്പം ഈ 45 ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് പാർട്ട് എന്നും കാണും, പാർട്ട് ബിന്നും കാണും. അപ്പൊ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട്, മിസ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്, അപ്പൊ പാർട്ട് എ മാത്രം എഴുതിയാൽ മതിയോ, പാർട്ട് ബി മാത്രം എഴുതിയാൽ മതിയോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല, 2 നമ്മൾ ചെയ്യണം. കാരണം 45 ക്വസ്റ്റ്യൻസ് നമുക്ക് മൊത്തം ഉള്ളത്. ആ 45 ചോദ്യത്തിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ചോദ്യ പേപ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ മൊഡ്യൂൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഏതെങ്കിലും ഒരു മൊഡ്യൂൾ പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണ് 1 to 25, 1 തൊട്ട് 25 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, അതായത് MCQ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും കേട്ടോ. MCQ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരു ചോദ്യം വന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, മാച്ച് ദി ഫോളോയിങ് ഉണ്ട്, ഒരു പ്രസ്താവന തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതണം. ഇതെല്ലാം ഈ സെക്ഷനിൽ വരുന്ന ചോദ്യമാണ്. അപ്പോൾ 1 തൊട്ട് 25 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 26ാമത്തെ ചോദ്യം, അതുപോലെ 28ാമത്തെ ചോദ്യം, 41ാമത്തെ ചോദ്യം, അതിൻ്റെ ഇടയ്ക്ക് 34 ഉണ്ട്, 34ാമത്തെ ചോദ്യം, 43ാമത്തെ ചോദ്യം. ഇത്രയും നമ്പേഴ്സിന്റെ ചോദ്യം എന്ന് പറയുന്നതിന് 2 മാർക്കുമായിരിക്കും കിട്ടുന്നത്. 2 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഇത് എങ്ങനത്തെ ആയിരിക്കും, ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. ഈ ക്വസ്റ്റ്യൻ നമ്പർ ഉള്ളതെല്ലാം ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അടുത്തത് വരുന്നത് 27ാമത്തെ ചോദ്യവും 36ാമത്തെ ചോദ്യവും 40ാമത്തെ ചോദ്യവും. ഈ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വരുന്നതെല്ലാം എന്തായിരിക്കും, 27, 36, 40 ക്വസ്റ്റ്യൻ നമ്പർ വരുന്ന ചോദ്യങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതല്ലേ. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ദെൻ ഇത് 1 മാർക്കാണ് ഇവിടെ വരുന്നത് ഈ MCQന് കേട്ടോ. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യത്തിലുള്ളതെല്ലാം ഈ ക്വസ്റ്റ്യൻ നമ്പർ 27, 36, 40 ഒക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ 3 മാർക്കിന്റെ ചോദ്യമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 44, 45, ക്വസ്റ്റ്യൻ നമ്പർ 44, 45, ക്വസ്റ്റ്യൻ നമ്പർ 44 ആൻഡ് 45 എന്ന് പറയുന്നതിന് 4 മാർക്കായിരിക്കും കേട്ടോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 44, 45 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 42, ക്വസ്റ്റ്യൻ നമ്പർ 42 എന്ന് പറയുന്നത് ലോങ് ആൻസർ ടൈപ്പ് ചോദ്യമായിരിക്കും. ഓക്കെ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 42 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 35, 37, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 39. ഇത്രയും ചോദ്യങ്ങൾക്ക് എന്തായിരിക്കും, അതിലൊരു ചോദ്യം തന്നിട്ട് അതിന്റെ സബ് പാർട്ട് ഉണ്ടാവും. ആ സബ് പാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓരോന്നിനും 1 മാർക്ക് വീതമായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ സബ് പാർട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 35, 37, ദെൻ 39. അങ്ങനെ സബ് പാർട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും
ഈ നമ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ അതോടൊപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ വരുന്നതാണ് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കാണ് ഈ ഒരു സബ് പാർട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതാണ് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പാർട്ട് എ പാർട്ട് ബി കണ്ട് പേടിച്ചേക്കല്ല. അപ്പൊ ചിലർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇരിക്കുന്നവരുണ്ട്. പാർട്ട് എ കണ്ടിട്ട് പാർട്ട് എയിൽ ഇത്രയേ ഉള്ളൂ ചോദ്യം, പാർട്ട് ബി എഴുതണ്ടെന്നുള്ള ചിന്തയിലിരിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് ഇംഗ്ലീഷിന് 45 ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഈ 45 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ മൊഡ്യൂൾ വന്നെങ്കിൽ മാത്രം ഓർ കണ്ടു കഴിഞ്ഞാൽ മാത്രം അതിനനുസരിച്ച് ആൻസർ എഴുതാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം ഈ രീതിയിൽ വേണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഒരു ചോദ്യപേപ്പറിന്റെ ഒരു പാറ്റേൺ ഒക്കെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്ത് വേണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാനായിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിർത്തുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തെന്ന് തോന്നി. കാരണം ഇത് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോസ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തത്. എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക. എക്സാം എല്ലാവർക്കും എളുപ്പമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ടൈം എന്ന് പറയുന്നത് പഠിക്കാനുള്ള സമയമാണ്. അടുത്ത മാസം പകുതി ആകുമ്പോഴത്തേനും നിങ്ങൾ എല്ലാവരും ഫ്രീ ആവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒരു വെക്കേഷൻ കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 മാസം വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജീവിതത്തിലെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് നമ്മുടെ ഈ ഒരു SSLC +2 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ചാൻസിൽ തന്നെ അത് എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിർത്തുന്നു. NIS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.